മെയ് 5 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: ജെറുസലേമിലെ വിശുദ്ധ ആഞ്ചലൂസ്, വിശുദ്ധ ബ്രിട്ടോ, വിശുദ്ധ ക്രഷൻസിയാന, വിശുദ്ധ എച്ച, വിശുദ്ധ എവുളോജിയൂസ്. ജെറുസലേമിലെ വിശുദ്ധ ആഞ്ചലൂസ് 1145 1220 കാലഘട്ടത്തിലാണ് ജെറുസലേമിലെ വിശുദ്ധ ആഞ്ചലൂസ് ജീവിച്ചിരുന്നത്. ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെട്ട യഹൂദ മാതാപിതാക്കന്മാരിൽ നിന്ന് വിശുദ്ധ നഗരമായ ജെറുസലേമിൽ ആഞ്ചലൂസ് ഭൂജാതനായി. ഏകാന്തതയോട് ബാലനായ ആഞ്ചലൂസ് പ്രത്യേക താല്പര്യം പ്രദർശിപ്പിച്ചിരുന്നു. ആഞ്ചലസ് എപ്പോഴും ഈ പേരിലല്ല അറിയപ്പെട്ടിരുന്നത്. കുരിശുദ്ധങ്ങളുടെ പ്രക്ഷുബ്ധമായ സംഭവങ്ങൾക്കിടയിൽ 1185 ജെറുസലേമിൽ അദ്ദേഹം ജനിച്ചപ്പോൾ അന്ന് ജനനനാമം ആഞ്ചലോ ഡി റൂഫിനിസ് എന്നായിരുന്നു. എന്നാൽ കാർമലൈറ്റ് സഭയിൽ പ്രതിജ്ഞയെടുത്ത് ദൈവത്തിനായി ജീവിതം സമർപ്പിക്കാൻ തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം പിന്നീട് ജെറുസലേമിലെ ആഞ്ചലസ് എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭക്തിക്കും ജ്ഞാനത്തിനും കാർമലൈറ്റുകൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ഒടുവിൽ അദ്ദേഹത്തെ അവരുടെ നേതാവായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. കാർമലൈറ്റ് സഭയുടെ തലവനെന്ന നിലയിൽ ആഞ്ചലസ് അചഞ്ചലമായ ആത്മാവോടെ സുവിശേഷം പ്രസംഗിച്ചു. ക്രിസ്തുവിനോടുള്ള അദ്ദേഹത്തിന്റെ തീക്ഷ്ണതയും സ്നേഹവും നിരവധി അനുയായികളുടെ ഹൃദയങ്ങളെ കീഴടക്കി. ദൈവത്തിന്റെ സത്യം അന്വേഷിക്കുന്നതിൽ വിശ്വാസം ഇരുട്ടിൽ ഏറ്റവും മികച്ചത് കാണുന്നു എന്ന ചൊല്ല് അദ്ദേഹം മാതൃകയാക്കി. ആഞ്ചലസിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വശങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വമായിരുന്നു. കൗണ്ട് ബെറൻസ് ഗാരിയസിൽ നിന്നുള്ള ശക്തമായ എതിർപ്പ് നേരിട്ടിട്ടും അദ്ദേഹം നിർഭയനായി തന്റെ വിശ്വാസത്തിൽ ഉറച്ചുനിന്നു. സുവിശേഷം പ്രസംഗിച്ചു. തൽഫലമായി അദ്ദേഹം ദാരുണമായി കൊല്ലപ്പെട്ടു. 34 വയസ്സുള്ളപ്പോൾ തന്നെ രക്തസാക്ഷിയായി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മരണം ഒരു പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് വിശുദ്ധ പദവി ലഭിച്ചു. ജെറുസലേമിലെ വിശുദ്ധ ആഞ്ചലസിനോടുള്ള ഭക്തി മരണാനന്തരം എല്ലായിടത്തും വ്യാപിച്ചു. എല്ലാ വർഷവും മെയ് 5 അദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കപ്പെടുന്നു. ദൈവത്തോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണത്തെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥനകളും കുർബാനകളും നടത്തുന്നു. കാർമലൈറ്റ് സഭ ആഞ്ചലസിനെ അവരുടെ ആദ്യകാല വിശുദ്ധന്മാരിൽ ഒരാളായി ആദരിക്കുന്നു. വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു ഭക്തനായ അനുയായിയായി അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു. ആഞ്ചലസിന്റെ ജീവിതം എല്ലാ ക്രിസ്ത്യാനികൾക്കും ഒരു ആത്മീയ വഴികാട്ടിയായി നിൽക്കുന്നു. അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾക്കിടയിലും ക്രിസ്തുവിലുള്ള അദ്ദേഹത്തിന്റെ അചഞ്ചലമായ വിശ്വാസം അദ്ദേഹത്തിന്റെ ആത്മീയ ശക്തിയുടെ തെളിവായി നിലകൊണ്ടു. ജെറുസലേമിലെ ആഞ്ചലസിന്റെ കഥ ആത്മാവിന്റെ വിശുദ്ധി അന്വേഷിക്കുവാനും പരീക്ഷണങ്ങളെ നേരിടുവാനും അചഞ്ചലമായ വിശ്വാസത്തോടെ ദൈവത്തെയും മനുഷ്യത്വത്തെയും സേവിക്കുവാനും നമ്മൾ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ്.